ഏത് പെട്ടി? അതായത് വാഹന പരിശോധന നടത്തിയായിരുന്നു ഇന്നലെ വൈകിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ചത്. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ പരിശോധിക്കുന്നതിന്റെ കൂട്ടത്തിൽ പരിശോധിച്ചതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷെ അവരാരോപിക്കുന്നത് ഇത് വീണ്ടും ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, വേറൊന്നും ഇല്ലാതെ ഇങ്ങനെ പ്രതിപക്ഷത്തെ മാത്രം തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുകയാണ് എന്ന രീതിയിലാണ്. ഈ ഗിമ്മിക്സ് അല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഒടുക്കൈകളും പ്രചാരവലയും കൊണ്ട് രാഷ്ട്രീയത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാവുന്ന ആർക്കും വ്യാമോഹം വേണ്ട. LDF വ്യാമോഹമില്ല. യഥാർത്ഥ പ്രശ്നം ജനങ്ങളുടെ ജീവിതം, നാടിൻ്റെ ഭാവി, നാടിൻ്റെ വികസനമൊക്കെ തന്നെയാണ്. അതെല്ലാം പറയേണ്ടടുത്ത് പെട്ടിത് എപ്പോഴും ഒരുമാതിരി പിള്ളകളിയാണ്. ഒരു ഇലക്ഷനെ പിള്ളകളിക്ക് വേണ്ടി മറ്റു വെക്കാൻ പാടില്ല. കുറേ ചെറുപ്പക്കാർ ഇറങ്ങി വന്നിട്ട് എപ്പോഴും ഇങ്ങനെ പെട്ടിയെപ്പറ്റി മാത്രം ചിന്തിക്കുക, അത് വിട്ടുകളി നിൽക്കുക. എപ്പോഴും പെൻഷൻ കാലത്ത് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാനുള്ള വിമോഹം അവർക്കുണ്ടായിരിക്കാം. ഞങ്ങൾക്ക് LDFന് ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ജയിക്കാൻ പോകുന്നവരാണ്. ജയിക്കാൻ പോകുന്നവർക്ക് വിവാദങ്ങളിൽ പോകാൻ താല്പര്യമില്ല. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് ഇത് വഴിതിരിച്ചു വിടുന്നു എന്നുള്ളതാണ്. അതായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നം പറയാം. രാഷ്ട്രീയം പറയട്ടെ. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം ചെയ്തുകൊണ്ട്, രാഷ്ട്രീയത്തിൻ്റെ നിലപാട് പറഞ്ഞുകൊണ്ട് മത്സരിക്കാനും ജയിക്കാനും കഴിയുമെങ്കിൽ ഈ പെട്ടി എപ്പോഴും പറയേണ്ട കാര്യമില്ല. അതില്ലാതാകുമ്പോഴത്തേക്കുമാണ് പെട്ടിയെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത്. അതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമല്ല. ഓക്കെ. ഒപ്പം ഈ ശബ്ദരേഖ വിവാദം പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയൊരു ശബ്ദരേഖ വിവാദം താങ്കളുടെ പാർട്ടിയിലെ എന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതല്ല, ഒറ്റ അക്ഷരം പറയാനില്ല. ഒറ്റ അക്ഷരം പറയാൻ ബാക്കിയില്ല. എല്ലാം പറഞ്ഞു. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. ഞങ്ങളുടെ സഹാക്കളല്ലേ, ഞങ്ങളെ ബന്ധപ്പെടും, കാണും, മിണ്ടും ഒക്കെ ചെയ്യും. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം തമ്മിൽ എപ്പോഴും നല്ല ബന്ധമുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്നേഹബന്ധങ്ങളുണ്ട്. അതിനകത്ത് അടിയന്തരമായ പറയുന്ന വാക്കാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം, കമ്മ്യൂണിസ്റ്റ് സ്നേഹപ്രവർത്തനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങൾ. അതിൻ്റെ പാർട്ടിയാണ് CPI. ആ പാർട്ടിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്കും അറിയാം. എല്ലാം മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇല്ല, അവർ മാപ്പ് ചോദിച്ചു എന്നുള്ളൊരു വിവരം എന്തിനു വേണ്ടി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും പറയുന്ന ആളല്ല ഞാനിവിടെ. പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ട്. ഒരുപാട് കൊല്ലങ്ങളായിട്ട് പാർട്ടി അറിയുന്നവരാണ് അവരൊന്നും പാർട്ടിയുടെ അച്ചടക്കത്തെയോ പാർട്ടി മൂല്യങ്ങളെയോ ലംഘിച്ചുകൊണ്ട് ഒരിഞ്ച് പോകുന്നവരല്ല. അല്ലാതെ അത് ഗൗരവതരമായി പരിശോധിക്കേണ്ടതല്ലേ? ഇപ്പൊ ശബ്ദരേഖ ഏത് കാര്യം? ഏത് കാര്യം? ഇതേപ്പറ്റി എന്തെല്ലാം പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ വാക്ക് വേറെയില്ല.